ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിതാ രാവിലെ ഞാൻ കുറച്ച് നേരം വൈകി എഴുന്നേക്കാൻ. സമയം 7 മണിയായി. ഇന്ന് സ്കൂളും കോളേജും എല്ലാം ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് കോളേജിലത്തെ കുറച്ച് വിശേഷങ്ങളും രാവിലത്തെ കുറച്ച് തിരക്ക് വിശേഷങ്ങളും കാണാം കേട്ടോ. എന്തായാലും വഴിയെ കാണാം. ആദിക്കുട്ടൻ എഴുതിയിട്ടുണ്ട് അല്ലേ? ആദിക്കുട്ടൻ അമ്മാവനെ നീപ്പിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ എന്തായാലും വേഗം നീക്കട്ടെ. സമയം 6:45 ആയി. അപ്പോൾ ഞാൻ വേഗം നീച്ചിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവരവിടെ നീപ്പിക്കലും ഇതൊക്കെ നടക്കട്ടെ. ഞങ്ങൾക്ക് വേഗം അടുക്കളയിൽ പോകാം. ചോറ് അച്ഛനെ വേഗം ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ദോശ ഉണ്ടാക്കണം. ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് വരട്ടെ. ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ച് വന്നു. ഇനി വേഗം പോയി ചട്നിയൊക്കെ ഉണ്ടാക്കട്ടെ. സമയം വഴിക്ക്, അതായത് എനിക്ക് 9 മണിയാകുമ്പോഴേക്കും പോകണം. കുട്ടികളെ പിന്നെ ഞാൻ ഒരുക്കി നിർത്തിയാൽ മതി. അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വണ്ടിയിലേക്ക് ആയി കൊടുത്തോളും. അപ്പം ഞാൻ വേഗം ചട്നിയൊക്കെ ഇറക്കട്ടെ കേട്ടോ. ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരവി അച്ഛന് വേണ്ടിയുള്ള ചായ അടുപ്പത്ത് വെച്ചു. പിന്നെ തേങ്ങയിൽ നമ്മളുണ്ടാവില്ലേ, തേങ്ങ ചിരമ്പുമ്പോൾ കൊട്ടഴിഞ്ഞു പോരാ അങ്ങനെ പോകുന്നതൊക്കെ ഒന്ന് വേർതിരിച്ചു. പിന്നെ കുറച്ച് പുട്ടുകടല, ജാറിക്ക് കുറച്ച് പുട്ടുകടല, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, 2 ഇല്ലി കറിവേപ്പില, പിന്നെ 1 ഇല്ലി വെളുത്തുള്ളി, ഉപ്പ്, തേങ്ങ, ഇതൊക്കെ പാടെ കൂട്ടി അരച്ചു. ഒരു തമിഴ്നാടൻ ചട്നിയാണത്. എൻ്റെ ഏട്ടത്തിയമ്മ പഠിപ്പിച്ച് തന്നതാ. അങ്ങനെ വേഗം അതൊക്കെ അരച്ചു. അങ്ങനെ ചട്നിയിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ചായയിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ വേഗം ഊറ്റിയിട്ട് ഇത് അച്ഛന് കൊണ്ടുപോയി കൊടുക്കട്ടെ. വേഗം അച്ഛന് രാവിലെ ഒരു ഗ്ലാസ് ചായ അത് നിർബന്ധമാണ്. നമുക്ക് വേഗം പോയിട്ട് ദോശയൊക്കെ ചൂടാം. 2 പേരും നല്ല ഉറക്കത്തിലാണ്. ആദിക്കുട്ടി ഇവിടെ വന്ന് കിടന്നു. പിന്നെ അമ്മാളക്കുട്ടീനെ നീപ്പിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച പണിയാണ്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ചട്നിയിൽ കടുക് പൊട്ടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ചട്നിയിൽ കടുക് പൊടിക്കാൻ വേണ്ടി നിന്നു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ദോശ ചുടാൻ. പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് 2 മണി ഉലുവയിട്ട് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ ചൂടാക്കി പിന്നെ അരച്ച് വെച്ച തേങ്ങ അയക്കാണ്ട് പാർന്നു. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഈ ചട്നി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അച്ഛന് അതായത് ചുവന്ന ചട്നി, ഞങ്ങൾക്ക് പിന്നെ ഈ ചട്നിയാണ് ഇഷ്ടം. ഇത് കൊണ്ടേ വെച്ച് നമുക്ക് വേഗം ദോശ ഇടാം. കുട്ടികൾക്ക്, അതായത് മഴ പെയ്യുന്നപ്പോൾ കുട്ടികൾക്ക് ചുടുവെള്ളം ഇതരക്കി ദോശ ചുടണം. ചട്ടി ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ആദ്യം അമ്മനെ നീപ്പിക്കാം. കടത്തത്തിൻ്റെ പൊസിഷൻ മാറി ഇല്ലേ അമ്മള്. രാവിലെ നീച്ചാൽ ഏറ്റവും ഭാരപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ അമ്മാൾക്കുട്ടീനെ നീപ്പിക്കുക, പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക എന്നുള്ളതാണ്. അവൾ നീക്കില്ല. പല്ല് തേക്കാനും സ്ലോ ആണ്, എല്ലാത്തിനും സ്ലോ ആണ്. ഇല്ല അമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് പറയൂ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്ത് കാട്ടിയാലും അമ്മാൾക്കുട്ടി നീക്കൂല. എണീക്ക് തങ്കോ, എണീക്കൂ. എടാ ഈ ഒരു കാട്ടലെന്നെ ഉണ്ടാവും. ഇതാ കണ്ടോ, അമ്മാൾക്കുട്ടീൻ്റെതാ ഈ ഒരു പല്ലും കൂടി പറിക്കാനായിട്ടുണ്ട്.
ഇളകുന്നുണ്ട് അല്ലേ മളു? നമുക്കിങ്ങനെ ഞായറാഴ്ച പറിക്കണ്ടേ? പല്ല് പറിക്കണ്ടേ? നോക്കട്ടെ, പല്ല് നോക്കട്ടെ. ചുന്തിരിയാണ്. നീക്കൂ, സ്കൂളിൽ പോണ്ടെന്ന്. അതെന്താ വേണ്ടാത്ത? ഏയ് മഴ കൊണ്ട് ലീവാ? ഗുഡ് മോർണിംഗ് ഗായ്സ്. പറയൂ, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നല്ല അടിപൊളിയായിട്ട് മഴ കൊണ്ടിട്ടുണ്ട്. പാല് വാങ്ങാൻ പോയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ കൊണ്ടിട്ടുണ്ട്. ഞാൻ വേഗം പാലൊക്കെ ഉള്ളിക്ക് കൊടുന്ന് വേഗം ചട്ടിയിൽ വെള്ളമൊക്കെ തെളിച്ച് വേഗം ദോശ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ മാവൊക്കെ പരത്തി ഒരു ദോശയൊക്കെ ചുട്ടു. പിന്നെ ആദ്യം അമ്മാണീനും കുളിപ്പിച്ച് കൊടുന്ന് നാമൊക്കെ ചൊല്ലാൻ വേണ്ടി ഇരുത്തി. അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പിന്നെ പുറപ്പിടിക്കാൻ. പിന്നെ എൻ്റെ ദോശ ചൂടുന്ന ഡ്യൂട്ടി ഞാൻ വേഗം അച്ഛൻ്റെ കൈമാറി. അച്ഛൻ ദോശയൊക്കെ ചുട്ട് ഞാനത് കഴിഞ്ഞ് വേഗം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു. ദോശയും ചട്നിയൊക്കെ വെച്ച് കൊടുത്തു. എന്തിനാ സിറ്റിന്? അയ്യേ 6 വയസ്സ് 7 വയസ്സാവാനായി ഏട്ടാ അമ്മാളിന് വാരി കൊടുക്കുക അത്ര. അയ്യയ്യേ തരുമ്പ് കയറിയില്ലേ? അയ്യയ്യേ. പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ എനിക്ക് കൊണ്ടുപോകാൻ ചോറും അമ്മാളും ആദ്യൻ്റെയും പ്ലേറ്റും ഒക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് വേണം പിന്നെ തലമുടിയൊക്കെ കെട്ടാൻ വേണ്ടി പോവാൻ. പിന്നെ ഞങ്ങൾ തലമുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി കുറച്ച് വാലൊക്കെ ഇട്ടിട്ട്, ഫുള്ളായിട്ടൊന്നും എഴുതില്ല, ജസ്റ്റ് ഒരു വാലും ജസ്റ്റ് ഒരു പൊട്ടും അത്രമാത്രം. അത് കഴിഞ്ഞ് അവളെ പുറപ്പെടുവിച്ച് ഞാനും തലമുടിയൊക്കെ കെട്ടാൻ തുടങ്ങി. തലമുടിയൊക്കെ കെട്ടി വേഗം റെഡിയായി പോകാനുള്ള ടൈമായി തുടങ്ങി. അങ്ങനെ വേഗം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ദോശയും ചട്നി, നല്ല ചൂടുള്ള പാൽ ചായ. വേഗം ചായ കുടിച്ച് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ബൈ ബൈ. എന്തിനാ അച്ഛാ ബൈ. സ്റ്റാൻഡിൽ സ്കൂട്ടിയൊക്കെ നിർത്തി എത്തിയപ്പോഴേക്കും ബസ് വന്നിരുന്നു. പിന്നെ ഞാൻ വേഗം ബസ്സിലൊക്കെ കയറി സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ ബസ് വേഗം എടുത്തു. ഞങ്ങൾ യാത്രയായി. 1 മണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ ക്ലാസ്സിലൊക്കെ എത്തി. ഞങ്ങൾ വേഗം വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യും.